എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിൽ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേലും അമേരിക്കയും സംയുക്ത നടപടി ആലോചിക്കുന്നുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇരു കൂട്ടരും തമ്മിലുള്ള ബന്ദി കൈമാറ്റം നടക്കുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഞങ്ങൾക്ക് പൊതുവായൊരു പദ്ധതിയുണ്ടെന്നും എന്നാൽ അതിപ്പോൾ പരസ്യമാക്കാനാവില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസ് ഒന്നൊഴിയാതെ എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിൽ നരകത്തിന്റെ വാതിൽ തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് നെതന്യാഹുവിന്റെ പരാമർശം. ഹമാസിന്റെ സൈനിക ശേഷിയെയും ഗാസയിലെ അവരുടെ ഭരണവും ഞങ്ങൾ ഇല്ലാതാക്കും. എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരും. ഇനിയൊരിക്കലും ഗാസ ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും ഈ ലക്ഷ്യങ്ങൾ വേഗത്തിൽ സാധ്യമാക്കാൻ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. ഗാസയെപ്പറ്റിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയെ ശക്തമായ നീക്കമെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. ട്രംപിന്റെ ആശയം യാഥാർത്ഥ്യമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.